ഇനി നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, ഈ നൾ വാല്യൂസ് ഫില്ല് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, fill എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യണം. അപ്പൊ fill എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നതിന് മുമ്പ് എന്ത് വാല്യൂ വേണം ആ ഒരു വാല്യൂ ഇല്ലാത്ത കോളത്തിൽ കൊടുക്കാൻ, ഏത് വാല്യൂ വെച്ച് നമ്മൾ ഫില്ല് ചെയ്യും എന്ന് തീരുമാനിക്കണല്ലോ. എന്തെങ്കിലും ഒരു വാല്യൂ കൊടുത്ത് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മോഡൽ അത് പഠിച്ചിട്ട് തെറ്റായിട്ടുള്ള പ്രൊഡിക്ഷൻ തരാൻ സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് ഏകദേശം അതിനോട് മാച്ച് ആയിട്ടുള്ള ഒരു വാല്യൂ കൊടുക്കണം അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു മാർജിൻ ലോ എന്ന കോളത്തിലെ ഫുൾ വാല്യൂസിന്റെ മീൻ എടുത്തിട്ട് ആ മീൻ ആയിരിക്കും നമ്മൾ, അതായത് ആവറേജ് വാല്യൂ ആയിരിക്കും ഇല്ലാത്ത എല്ലാ കോളത്തിലും ഫില്ല് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പൊ ഏകദേശം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അത് ആഡ് ആയിട്ട് മോഡൽ ട്രെയിൻ ആവും അല്ലെ. തെറ്റായിട്ടുള്ള പ്രൊഡിക്ഷൻ വരാനുള്ള സാധ്യത കുറവായിരിക്കും നമ്മൾ ആവറേജ് വാല്യൂ എടുക്കുവാണെങ്കിൽ. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അപ്പൊ നമുക്ക് ഒരു ഡാറ്റ ഫ്രെയിമിലെ വാല്യൂസിനെ എടുക്കാൻ വേണ്ടി അതിന്റെ കോളം നെയിം വെച്ച് കോൾ ചെയ്താൽ മതി. അപ്പൊ മീൻ വാല്യൂ ഈക്വൽ ടു DF ഓഫ് മാർജിൻ ലോ, അതായത് മാർജിൻ ലോ എന്ന് പറയുന്ന ഈ കോളത്തിന് ഞാനിങ്ങനെ DF ഓഫ് മാർജിൻ ലോ കോളം നെയിം വെച്ച് എടുത്ത് വിളിച്ചാൽ ഇതിലെ എല്ലാ കോളംസും കോളം വാല്യൂസും ഇവിടെ എനിക്ക് ആക്സസിബിൾ ആവും. അതിന്റെ മീൻ കാണുക എന്നതുകൊണ്ടാണ് ഈ മീൻ എന്ന ഫംഗ്ഷൻ ഉദ്ദേശിക്കുന്നത്. ഈ മീൻ എന്ന ഫംഗ്ഷൻ ഞാൻ ഇവിടെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്ന മാർജിൻ ലോയിൽ കിട്ടുന്ന എല്ലാ വാല്യൂസും മീൻ എടുക്കും. അത് മീൻ വാല്യൂ എന്ന വാരിയബിളിൽ സ്റ്റോർ ആവും. ഈ മീൻ വാല്യൂവിനെയാണ് ഞാൻ ഈ മാർജിൻ ലോ എന്ന കോളത്തിലെ വാല്യൂസ് ഇല്ലാത്ത പ്ലേസിൽ എന്ത് ചെയ്യാൻ പോകുന്നത്, ഫില്ല് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏത് കോളത്തിനാണ് ഫിൽ എന്നെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഇവിടെ മെൻഷൻ ചെയ്യുക. DF ഓഫ് മാർജിൻ ലോ ഡോട്ട് fill എന്ന ഫംഗ്ഷൻ കോൾ ചെയ്യും. ഏത് വാല്യൂ കൊണ്ട് ഫിൽ ചെയ്യണം, മീൻ വാല്യൂ അല്ലേ നമ്മൾ ഫില്ല് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഏത് പ്ലേസ്, ഇൻ പ്ലേസ് ഈക്വൽ ടു ട്രൂ മീൻസ്, അതായത് വാല്യൂസ് ഇല്ലാത്ത കോളത്തിൽ പ്ലേസ് ചെയ്യുക എന്നാണ് അതുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇപ്പോ മാർജിൻ ലോ എന്ന കോളത്തിൽ 37 കോളത്തിലും 37 എൻട്രീസിലും വാല്യൂസ് ഇല്ലാത്തടത്ത് പോയിട്ട് ഈ മീൻ വാല്യൂ അപ്ഡേറ്റ് ആയിട്ടുണ്ടായിരിക്കും. ഇനി നമ്മൾ അഗെയിൻ DF ഡോട്ട് ഈസ് നൾ ഡോട്ട് സം എടുത്താൽ ഇപ്പൊ മാർജിൻ ലോയിൽ ഉണ്ടായിരുന്ന ഈ 37 എൻട്രീസ് ഇവിടെ പോയി അല്ലെ, 0 ആയി മാറി. ദാറ്റ് മീൻസ് ഇവിടെ എന്തായി, ഇത് ആഡ് ആയി. ഓക്കെ, ഇങ്ങനെ ഒരു എറർ വരുന്നത് നമ്മൾ ഇവിടെ ഇതെല്ലാം നമ്മൾ അപ് ടു ഡേറ്റ് ആയിട്ട് റൺ ചെയ്ത് പോകണം. നമ്മൾ ഏതെങ്കിലും കോളം റൺ ചെയ്തിട്ടില്ലെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് കിട്ടില്ല. ഓക്കെ, റൺ ചെയ്യണം. ഇനി ഞാൻ സം എടുത്താൽ എന്താണ്, 0 ആയി, മാർജിൻ ലോ 0 ആയി. അതായത് ഇപ്പൊ ഫിൽ ആയിട്ടുണ്ട്, ഡാറ്റ ക്ലീൻ ആയിട്ടുണ്ട്. ആ ഒരു കാര്യത്തിൽ ഡാറ്റ ക്ലീൻ ആയിട്ടുണ്ട്. ഓക്കെ, ഇതെല്ലാം പ്രീ പ്രോസസ്സിംഗിൽ വരുന്ന കാര്യങ്ങളാണ്, ഡാറ്റയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് അല്ലെ. ഇനി ഞാൻ പറഞ്ഞു ഈ ഒരു കോളത്തില് ഈസ് ജെനുവിൻ എന്ന കോളത്തില് എല്ലാം സ്ട്രിങ് ആണ് അല്ലെ. നമുക്കതിനെ ന്യൂമറിക്കൽ വാല്യൂ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പൊ അതിനായിട്ട് നമുക്കിത് ലേബൽ എൻകോഡിംഗ് വെച്ച് നമുക്ക് ചെയ്യാം. അതുപോലെ നമുക്ക് മാപ്പ് ചെയ്യുകയും ചെയ്യാം. ലേബൽ എൻകോഡിംഗ് ഞാൻ ലീനിയർ റിഗ്രഷൻ എടുത്തപ്പോൾ പറഞ്ഞിരുന്നു. ഓക്കെ, നമുക്കല്ലാതെ മാനുവലി മാപ്പ് ചെയ്യാനും പറ്റും. മാപ്പ് ചെയ്യുമ്പോൾ നമ്മൾ നോർമലി കോഡ് എഴുതി മാപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഏതിലാണ് മാപ്പ് ചെയ്യേണ്ടത്, DF ഡോട്ട് ഈസ് ജെനുവിൻ എന്ന കോളമാണ് നമുക്ക് മാപ്പ് ചെയ്യേണ്ടത്. DF ഡോട്ട് ഈസ് ജെനുവിൻ എന്ന കോളത്തിലെ വാല്യൂസ് നമുക്ക് ഇങ്ങനെ ഫോർ ലൂപ്പ്, അതായത് ലിസ്റ്റ് കോംപ്രിഹെൻഷൻ മെത്തേഡ് വെച്ചിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതായത് ഫോർ ലൂപ്പ് ഫോർ I ഇൻ DF ഡോട്ട് ഈസ് ജെനുവിൻ, അതായത് ഈസ് ജെനുവിൻ എന്ന ഈ ഒരു കോളത്തിലെ വാല്യൂസിനെ ഫുള്ള് നമുക്കിവിടെ കിട്ടുവാണ്. ഫുള്ള് നമുക്കിവിടെ കിട്ടും അല്ലെ. ആ കോളത്തിന് ഓരോരോ കോളം വാല്യൂസ്, ഓരോരോ വാല്യൂസും Iലേക്ക് വരും. ഓരോ വാല്യൂ Iലേക്ക് വരുന്ന സമയത്ത് നമ്മൾ അതിനെന്ത് ചെയ്യും, ആ ഒരു വാല്യൂ I ട്രൂ എന്നാണ് അതിലുള്ളതെങ്കിൽ അതിനെ 1 എന്ന് സെറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഇഫ് I ഈക്വൽ ടു ട്രൂ ആണെങ്കിൽ 1 റിട്ടേൺ ചെയ്യാം. ഇനിയിപ്പോ ട്രൂ അല്ല എൽസ് വേറെ എന്തെങ്കിലും ആണെങ്കിൽ, വേറെ എന്തെങ്കിലും ഏതോ ഉള്ള യൂണിക് വാല്യൂ ഫോൾസ് ആണ്, ഫോൾസ് വരുമ്പോൾ 0 എന്നാക്കുക. അതാണ് ഇവിടെ നമ്മൾ കോഡിലൂടെ മാനുവലി പറഞ്ഞത്. ഇതാണ് മാപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ അത് ഈ ഒരു DFനെ പ്രിന്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഡാറ്റ ഫ്രെയിം എന്ന ഈ ഒരു ഈസ് ജെനുവിൻ എന്ന കോളത്തിനെയാണ് നമ്മളിവിടെ മാപ്പ് ചെയ്തത്. അല്ലെങ്കിൽ നമുക്ക് ലേബൽ എൻകോഡിംഗ് ചെയ്യാം, ലീനിയർ റിഗ്രഷൻ ചെയ്ത പോലെ തന്നെ. അതൊരു ഫംഗ്ഷനാണ്, അത് നമ്മൾ കോൾ ചെയ്താൽ മതി. അത് ഓട്ടോമാറ്റിക്കലി